എല്ലാവർക്കും നമസ്കാരം. നല്ല സോഫ്റ്റും മോയിസ്റ്റും നല്ല ചോക്ലേറ്റ് റിച്ചും ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ചോക്ലേറ്റ് കേക്കാണ് ഇന്നത്തെ റെസിപ്പി. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു ബൗളിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കണം. സോൾട്ടഡോ അൺസോൾട്ടഡോ ഉപയോഗിക്കാം. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഹാൻഡ് ബീറ്റർ ഇല്ലാത്തവർ വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആകുന്നിടം വരെ ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് 2 മുട്ട കൂടി ചേർത്ത് 1 മിനിറ്റ് ബീറ്റ് ചെയ്യാം. മുട്ടയുടെ ഒരു മഞ്ഞ കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളർ ആവണം. അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ആണ്. 1 കപ്പ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഒരു പാത്രം വെക്കുക. അതിനുള്ളിൽ ഈ ചോക്ലേറ്റ് ഇട്ട് ആ ഒരു ചൂടിൽ നല്ലതുപോലെ മെൽറ്റാക്കി എടുക്കുക. ആ ചോക്ലേറ്റ് ആണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്, കൊക്കോ പൗഡർ അല്ല. വലിയൊരു ബാറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ചെറിയ ചെറിയ പീസാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. മെൽറ്റായി വരുമ്പോൾ ഏകദേശം 1/2 കപ്പേ കാണുള്ളൂ. നല്ല റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണിത്. ഇനി ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1/2 ടീസ്പൂൺ നാരങ്ങനീര് ചേർക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു മിക്സിലേക്കാണ് ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ആക്കുന്നത്. അതിന് മുന്നേ കേക്ക് ടിന്ന് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഏത് ഷേപ്പിലുള്ള കേക്ക് ടിന്നും എടുക്കാം. അതിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുക. ആദ്യം എണ്ണയോ ബട്ടർ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യുക. അതിന് മുകളിലേക്ക് ബട്ടർ പേപ്പർ കൂടി വെച്ച് അതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ തട്ടി വയ്ക്കാം. 1 സ്പൂൺ മൈദ എടുത്തിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും മൈദ ഒന്ന് ആക്കിയാൽ മതി. ഡാർക്ക് ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഈ ഒരു ഇതിൽ കൊക്കോ പൗഡർ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്ത് കൊടുത്തത് നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ കൊക്കോ പൗഡർ ഇനി ഇതിലേക്ക് ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 30 മുതൽ 40 മിനിറ്റ് വരെ എടുക്കും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ഓവൻ്റെ ചൂടനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ 40 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുള്ള കേക്കാണ്. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല മോയിസ്റ്റാണ്. ഈ ഒരു കേക്കിൽ ഫ്രോസ്റ്റിംഗ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യാം, സാധാരണ ചോക്ലേറ്റ് കേക്കിനുള്ള സ്പഞ്ചായിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ ഒന്നും ചെയ്യാതെ തന്നെ വെറുതെ കഴിക്കാനും ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.